ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. ഋതികയെ കൊണ്ട് വീട് മുഴുവൻ തൂത്തുവാരിപ്പിക്കുന്ന കൊച്ചമ്മണിയാണ് കാണിക്കുന്നത്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന വേണു ദേഷ്യത്തോടെ ഋതികയുടെ കയ്യിൽ നിന്നും ചൂല് വാങ്ങി ദൂരത്തേക്ക് എറിയുകയാണ്. കിളവി ഇവിടം വരെയായി അല്ലേ കാര്യങ്ങളൊക്കെ? ഈ വൃത്തികയുടെ വീട്ടിലേക്ക് വന്നെന്ന് കരുതി മോൾ ഇവിടുത്തെ പണികളൊന്നും ചെയ്യണമെന്ന് ഇവിടെ ആരും പറയത്തൊന്നുമില്ല. തുടർന്ന് കൊച്ചമ്മണിയുടെ ദേഷ്യത്തോടെ വേണു പറയുകയാണ്, ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയാലുണ്ടല്ലോ എൻ്റെ വിധം മാറും. അതിന് അച്ഛനെന്തിനാ എന്നോട് ചൂടാകുന്നത്? ഈ കൊച്ചിനെ കൊണ്ട് ഒന്ന് അടിച്ചു വാരിപ്പിച്ചെന്ന് കരുതി എന്താകാനാ? തൂപ്പിക്കുന്നതും തുടപ്പിക്കുന്നതുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ ജോലിക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി, അല്ലാതെ ഇവിടെ നിങ്ങളുടെ ഈ വക കാര്യങ്ങളൊന്നും നടക്കില്ല. ഈ കുട്ടി ആരാണെന്നും എവിടത്തെ ആണെന്നൊന്നും നിങ്ങൾക്കറിയില്ല. രാധമ്മ കാണിക്കുന്നത് കണ്ട് നിങ്ങൾ ഓരോന്ന് കാണിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ ദേഷ്യത്തോടെ വേണു പറയുമ്പോൾ ഋതിക പറയുകയാണ്, അങ്കിളെ ഒന്നും പറയണ്ട, ഇതൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാ. തുടർന്ന് കൊച്ചമ്മണിയെ ചീത്ത പറയുന്ന വേണുവിനെയാണ് കാണിക്കുന്നത്. അതേസമയമാണ് രാജു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അല്ല, നീ എന്താ രാജു വർമ്മസാറിന്റെ വീട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അതച്ചാ, അമ്മാമ്മയ്ക്ക് എന്നെയും ഋതികയും കൊണ്ട് എങ്ങോട്ടേക്കോ ടൂർ പോകണമെന്ന് പറഞ്ഞു. മേഡത്തിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നല്ല കാര്യം തന്നെയാ, ഒട്ടും താമസിക്കണ്ട, പെട്ടെന്ന് പോകാൻ നോക്കാൻ വേണു പറയുമ്പോൾ ചിലപ്പോൾ സിംഗപ്പൂരിലേക്കായിരിക്കും പോകുന്നത്. ഞാനും അവിടെങ്ങും കണ്ടിട്ടില്ല, ഞാനും കൂടെ വരാമെന്ന് കൊച്ചമ്മണി പറയുന്നു. അതെ, സിംഗപ്പൂരിലേക്ക് 30 കിലോ ഭാരം മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അതുക്കും മേലെയാ, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്ന് കൊച്ചമ്മണിയെ കളിയാക്കിക്കൊണ്ട് വേണു പറയുന്നു. മോളെ, നിങ്ങൾ ഇവിടെ പറയുന്നൊന്നും കേൾക്കണ്ട, നിങ്ങൾ പോയി റെഡിയാക്കാൻ നോക്ക്. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് രാജു പറയുമ്പോൾ എന്നോടാരും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാധമ്മ അകത്തേക്ക് പോകുന്നു. തുടർന്ന് വേണു പറയുകയാണ്, നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട, നിങ്ങൾ പോയി റെഡിയാക്കാൻ നോക്ക്. അവള് ഉള്ളി തട്ടിയല്ല ഇതൊന്നും പറയുന്നത്. അതൊക്കെ എനിക്കറിയാം അച്ഛാ എന്ന് രാജുവും പറയുന്നു. അങ്ങനെ രാജുവും ഋതികയും കൂടി അകത്തേക്ക് ഒരുങ്ങാൻ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജയൻ മദ്യപിച്ച് 4 കാലില് കൈനിറയെ സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ്. അല്ല, ഇതാരാ കൈ നിറയെ സാധനങ്ങളുമായിട്ട് 4 കാലിൽ കയറി വരുന്നതെന്ന് വേണു ചോദിക്കുമ്പോ ഇത് കേൾക്കുന്ന ജയൻ ദേഷ്യത്തോടെ വേണുവിന്റെ മനസ്സിൽ ചീത്ത പറയുകയാണ്. ഇന്ന് ആരെ പറ്റിച്ചിട്ടായി വരുന്നതെന്ന് വേണു ചോദിക്കുമ്പോൾ ഞാനാരെയും പറ്റിച്ചിട്ടില്ലെന്നും എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി, അത്ര തന്നെയെന്ന് ജയൻ പറയുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷേ നിന്റെ ഭാര്യ ഒരു സാരി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ പോലും പറയരുത് അത് എന്നെ പറ്റിച്ച കാശ് വെച്ച് അവൻ വാങ്ങിക്കൊടുത്ത സാരിയാണെന്ന്. ഇതെന്തോന്നാ വന്ന് കയറിയപ്പോ തൊട്ട് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ജയൻ. അതേസമയം പ്രിയയും രാധമ്മയും കൂടി പുറത്തേക്ക് വരികയാണ്. ദേ, നിന്റെ അച്ഛനല്ലായിരുന്നു പരാതി ഞാൻ നിനക്കൊന്നും വാങ്ങിത്തരുന്നില്ലെന്ന്. ഇന്നാ നിനക്ക് ധാരാളം സാരി തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ജയേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ അതേന്നും, ഞാനിന്ന് അധ്വാനിച്ച ദിവസമാ, അപ്പോൾ 2 കഴിച്ചു, അതിനെന്താന്ന് ജയൻ ചോദിക്കുന്നു. അതേസമയമാണ് രാജു ഋതികയും കൂടി ഒരുങ്ങി പുറത്തേക്ക് വരുന്നത്. അല്ല, അളിയനും നാത്തനും കൂടി എവിടെ പോകുന്നെന്ന് ജയൻ ചോദിക്കുന്നു. ഓ, ഹണിമൂണിനായിരിക്കും അല്ലേ പോകുന്നത്? എന്നാ പ്രിയേ, നീയും ഒരുങ്ങ്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് ജയൻ പറയുമ്പോൾ എന്നാ ഞാനും വരാമെന്നും നമുക്ക് 3 പേർക്കും കൂടി പോകാമെന്നും കൊച്ചമ്മണി പറയുന്നു. ഈ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊടൈക്കനാൽ പോകാം, അവിടെ ഒരു സ്ഥലമുണ്ട് സൂയിസൈഡ് പോയിന്റ്, അവിടെ കൊണ്ടുപോയി നിങ്ങളെ ഞാൻ താഴേക്ക് തള്ളിയിടാമെന്ന് ജയൻ പറയുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേണു. തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഋതികയും രാജുവും അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ജയനെ വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് പ്രിയ. മേടിച്ച് തിന്നാൻ പോലും 5 രൂപ കയ്യിലില്ലാത്ത നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാൻ പണം എവിടുന്നാ കിട്ടിയതെന്ന് എനിക്കറിയണമെന്ന് തീർത്ത് പറയുകയാണ് പ്രിയ. തുടർന്ന് കൊച്ചമണി ചെന്ന് മുറിയിൽ തട്ടുകയും ജയനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എടാ, കമ്മീഷൻ കിട്ടിയോ എന്ന് കൊച്ചമണി ചോദിക്കുമ്പോൾ കിട്ടിയില്ലെന്ന് ജയൻ നുണ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജയൻ വീണ്ടും മുറിയിലേക്ക് ചെല്ലുമ്പോൾ പണത്തിന്റെ കാര്യം ചോദിക്കുന്ന പ്രിയയാണ്. വീണ്ടും ജയൻ ഓരോന്ന് പറഞ്ഞ് ഉരുളുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്കുള്ള യാത്രയിലുള്ള രാജുവിനെയും ഋതികയുമാണ്. അങ്ങനെ പോകുന്ന വഴി റൊമാൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ് രാജുവും ഋതികയും. രാജുവിന് തീരെ റൊമാൻസ് ഇല്ലെന്നും ഇനി ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഋതിക പറയുമ്പോൾ വേണ്ടെന്നും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്നും രാജു പറയുന്നു. പെട്ടെന്ന് രാജു ബ്രേക്ക് പിടിക്കുമ്പോൾ രാജുവിന്റെ വയറിലൂടെ പിടിക്കുകയാണ് ഋതിക. എന്താ മേഡം ഇതെന്ന് രാജു ചോദിക്കുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ ഉണ്ടായതാണെന്ന് ഋതിക പറയുന്നു. പെട്ടെന്ന് തന്നെ രാജുവിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് ഋതിക. ഞാൻ മേഡത്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചതെന്ന് രാജു പറയുമ്പോൾ എന്താ വിചാരിച്ചതെന്ന് ചോദിക്കുകയാണ് ഋതിക. തുടർന്ന് രണ്ടുപേരും ചിരിച്ച് സന്തോഷത്തോടെ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. തമ്പുരാട്ടിക്കുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അംബിക. മംഗലത്തേക്ക് അവനെയും അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാണെന്നൊന്ന് അറിയണം. എന്താണെങ്കിലും തള്ളയെ ഒന്ന് സോപ്പിട്ട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അംബിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.